അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ SCERT 10ാം ക്ലാസ്സിലെ SCERTയിലെ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിലെ ആദ്യത്തെ ചാപ്റ്ററായുള്ള ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളാണ്. നമ്മളിത് ടെക്സ്റ്റാണ് നമ്മളെ കയ്യിലുള്ളത്. ടെക്സ്റ്റ് വായിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ പോയിൻറ്റ്സ് തരാത്തത്, എനിക്ക് ടെക്സ്റ്റ് വായിക്കാനാണ് ഇഷ്ടം. അതായത് ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിൽ കുറേ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നും. പെട്ടെന്ന് അങ്ങനെ അത്ര പെട്ടെന്ന് ഒരു ബോറടിക്കുന്ന ഒരു ഫീൽ കിട്ടാറില്ല. എനിക്ക് കിട്ടാറില്ല. എന്നെപ്പോലെ എത്ര പേരുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ എനിക്കറിയാം അധികം സമയമില്ലാന്ന് എനിക്കറിയാം. തൽക്കാലത്തിന് നിങ്ങളിതൊരു റിവിഷനായിട്ട് എടുക്കുക. നിങ്ങളൊരു ഹെഡ്സെറ്റൊക്കെ വെച്ചൊരു 2x സ്പീഡിലൊക്കെ ഇട്ട് കാണും. ഒന്ന് രണ്ടോ തവണ കേട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളത് പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിലോട്ട് കയറിക്കോളും. അപ്പോൾ നമ്മളിവിടെ എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എന്താ? ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളാണ്. എന്താണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്? സമരങ്ങൾ തന്നെയാണ് അല്ലേ? എങ്ങനെയാണ് സമരങ്ങൾ ഉണ്ടാവുന്നത്? നമ്മുടെ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനത അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഒരു പരിധിവരെ അവരെല്ലാവരും സഹിക്കും. അത് കഴിഞ്ഞ് അവർ പ്രതികരിക്കും. ചിലപ്പം ചിലർ സഹന സമരത്തിൻ്റെ മാർഗമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചിലർ സായുധ സമരത്തിൻ്റെ പാതയൊക്കെ ആയിരിക്കും സ്വീകരിക്കുന്നുണ്ടാവുക. അങ്ങനെ അത് വിപ്ലവങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച കുറച്ച് വിപ്ലവങ്ങളുണ്ട്. റഷ്യൻ വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, അങ്ങനെയുള്ള കുറച്ച് വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2 വിപ്ലവങ്ങളാണ്. അതായത് ഒന്ന് റഷ്യൻ വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം. ഈ 2 വിപ്ലവങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് പോകാം. അതായത് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കുമാരനാശാൻ്റെ ഒരു 4 വരി, അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ നിന്നെടുത്തുള്ള 4 വരി തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്കു മൃതിയേക്കാൾ ഭയാനകം. അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ബോധനം എന്ന് പറയുന്ന കവിതയിൽ നിന്നെടുത്തുള്ളതാണ്. കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നെടുത്തുള്ള വരികളാണിവ. എന്താണ്? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പല നാട്ടിലും സാധാരണക്കാർക്ക് നാം ഇന്ന് അനുഭവിക്കുന്നത് പോലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ചിലർ സഹനസമരത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തപ്പോൾ മറ്റു ചിലർ സായുധ സമരത്തിൻ്റെ പാത സ്വീകരിച്ചു. സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയൊന്നിനെ സ്ഥാപിക്കാനാണ് ഈ സമരങ്ങൾ ഓരോന്നും ശ്രമിച്ചത്. അതുകൊണ്ട് അവ വിപ്ലവങ്ങൾ എന്നറിയപ്പെട്ടു. ആദ്യകാല സമരങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം എന്താണ്? നവോത്ഥാനമാണ്. എന്താണ്? ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനമാണ്. അവിടെ നവോത്ഥാനത്തിൻ്റെ ഇംഗ്ലീഷ് തന്നിട്ട് എന്താണ്? റിനൈസൻസ് എന്ന് പറയുന്നത്. അതൊന്ന് പഠിച്ചു വയ്ക്കുക. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിൽ ചിലപ്പോൾ സിനോണിംസിൽ ഉപകാരപ്പെട്ടെന്ന് വരും. റിനൈസൻസ് എന്താണ്? റീബർത്ത് എന്നാണ് അർത്ഥം. എന്താണ്? റീബർത്ത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി നമ്മൾ പറയുന്നത് ജ്ഞാനോദയത്തെക്കുറിച്ചിട്ടാണ്. എന്താണ്? ജ്ഞാനോദയത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് രൂപം നൽകി. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. ഈ എതിർപ്പുകൾ പല നാടുകളിലും ജനകീയ വിപ്ലവമായി വികസിച്ചു. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ബോക്സിൽ ജ്ഞാനോദയം എന്താണെന്ന് തന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് വായിക്കാം. യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ വിപ്ലവത്തിലോട്ട് പോകാം. ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്കൊരു ബോക്സിൽ ഒരു മുദ്രാവാക്യം തന്നിട്ടുണ്ട്. എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ആരാണ് മുദ്രാവാക്യത്തിന് രൂപം നൽകിയെന്ന് അറിയാമോ? ജെയിംസ് ഓട്ടിസ്. ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ് ആ മുദ്രാവാക്യത്തിന് രൂപം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശക്തമായ, അതായത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ശക്തമായ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നൊരു മുദ്രാവാക്യമാണിത് അല്ലേ? അപ്പോൾ അവിടെ എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ. എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്ര ശക്തമായി പ്രതിഷേധിക്കാൻ കാരണമുണ്ടായിട്ടുണ്ടാവുക? അപ്പോൾ ആ ഒരു കഥയിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വടക്കേ അമേരിക്കയിൽ ഏകദേശം ഒരു 16ാം നൂറ്റാണ്ട് ആ ഒരു കാലഘട്ടങ്ങളിൽ വടക്കേ അമേരിക്കയിലോട്ട് യൂറോപ്പിൽ നിന്ന് ജനങ്ങൾ എന്ത് ചെയ്തു? കുടിയേറി പാർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രധാന ലക്ഷ്യം എന്താണ്? വിഭവങ്ങൾ എങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്ന് പറയുന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം ഒരു 16ാം നൂറ്റാണ്ടിൽ കുടിയേറി പാർക്കാൻ വേണ്ടി തുടങ്ങി. ഏകദേശം ഒരു
18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അമേരിക്കയിൽ 13 കോളനികളാണ് അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. എത്ര കോളനികൾ? 13 കോളനികളാണ് അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് വായിക്കാം നമുക്ക്. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്തായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. ആ 13 കോളനികളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ന്യൂ ഹാംഷെയർ, മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്ടിക്കട്ട്, ന്യൂ ജേഴ്സി, ഡെലാവെയർ, മേരിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ, പെൻസിൽവാനിയ, ന്യൂയോർക്ക് തുടങ്ങിയ 13 കോളനികളാണ് എന്തുണ്ടായത്, യൂറോപ്യന്മാർ എന്ത് ചെയ്തത്, വടക്കേ അമേരിക്കയിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ തുടക്കത്തിലുള്ളൊരു ടോപ്പിക് എന്താണ്, യൂറോപ്യന്മാരുടെ വരവിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ആദ്യകാലം മുതൽക്ക് തന്നെ ഏഷ്യയും യൂറോപ്യയും തമ്മിലൊരു കച്ചവട ബന്ധം ഉണ്ടായിരുന്നു അല്ലേ. പിന്നീട് അവരുടെ ഒരു പ്രധാന പ്രവേശന കവാടം എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നതാണെന്നും അത് 1453 തുർക്കി പിടിച്ചടക്കിയതോടുകൂടി ഏഷ്യയും യൂറോപ്യൻ തമ്മിലുള്ള ഒരു കച്ചവട ബന്ധം അവസാനിക്കുകയും ചെയ്തു എന്ന് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഔദ്യോഗികമായിട്ട് കൊളംബസ് ഇന്ത്യ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയിട്ട് അത് കഴിഞ്ഞ് ഏകദേശം 1492 ഈ പറഞ്ഞ കൊളംബസ് വടക്കേ അമേരിക്കയിൽ എത്തിയിട്ട് അദ്ദേഹം തെറ്റിദ്ധരിക്കുകയാണ്, ഇതെന്താണ് ഇന്ത്യക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവർ ഇന്ത്യക്കാരെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീടാണ് ഇത് ഇന്ത്യക്കാരല്ല എന്ന് മനസ്സിലാവുകയും പിന്നെ പിൽക്കാലത്ത് ഇവരെന്താ അറിയപ്പെടുന്നത്, റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഏകദേശം 16-ാം നൂറ്റാണ്ട് ആ സമയത്ത് ഇന്ത്യയിലോട്ട് കുടിയേറി പാർത്തു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഇന്ത്യയിലോട്ടല്ല, വടക്കേ അമേരിക്കയിലോട്ട് കുടിയേറി പാർത്തു എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് വടക്കേ അമേരിക്കയിൽ കോളനികൾ ഉണ്ടാക്കുന്നവർ വന്ന കപ്പൽ ഏതാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. മേഫ്ലവർ എന്ന് പറയുന്ന കപ്പലാണ് ഇതിൽ എടുത്ത് പറയുന്നില്ല. മേഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ വന്നവരാണ് ആദ്യമായിട്ട് വടക്കേ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇവരറിയപ്പെടുന്ന ഒരു പേരുണ്ട്, എന്താ പറയുക, തീർത്ഥാടക പിതാക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് തീർത്ഥാടക പിതാക്കൾ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്നു കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവരെന്തറിയപ്പെട്ടു, റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെട്ടു. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യന്മാർ കവർന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ആദ്യമായിട്ട് കോളനികൾ ഉണ്ടാക്കുന്നവർ ഏത് കപ്പലിലാണ് വരുന്നത്? മേഫ്ലവർ എന്ന് പറയുന്ന കപ്പലിലാണ്. അവരെന്താണ് അറിയപ്പെടുന്നത്? തീർത്ഥാടക പിതാക്കന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അല്ലേ. അപ്പോൾ അവരുടെ വരവോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ജനത എന്ത് ചെയ്തു? ഉൾപ്രദേശങ്ങളിലോട്ടൊക്കെ ആട്ടി ഓടിക്കപ്പെട്ടു. ഇവരുടെ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നു അല്ലേ. പിന്നീട് ഇവർ അടിമകളാക്കുന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. അങ്ങനെ കുറച്ച് നിയമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ നിയമങ്ങളെയൊക്കെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ആ നിയമങ്ങൾ എന്താ അറിയപ്പെട്ടിരുന്നു അറിയോ? മെർക്കൻറ്റിലിസ് നിയമങ്ങൾ എന്നാണ് അവ അറിയപ്പെട്ടിരുന്നത്. എന്താണ്? മെർക്കൻറ്റിലിസ് നിയമങ്ങൾ എന്നാണ് അവ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ആ മെർക്കൻറ്റിലിസ് നിയമങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതായത് ആദ്യത്തെ ഒരു നിയമം എന്ന് പറയുന്നത്, കോളനിയിൽ നിന്ന് മറ്റൊരു കോളനിയിലോട്ട് 13 കോളനികൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ 13 കോളനിയിൽ നിന്ന് ഒരു കോളനിയിൽ നിന്ന് മറ്റൊരു കോളനിയിലോട്ട് സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്താ പറയുക, ഇംഗ്ലീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ കോളനിയിൽ നിർമ്മിച്ച കപ്പലുകൾ മാത്രമേ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നത്തെ ഒരു നിയമം എന്ന് പറയുന്നത്, ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ ഇറക്കുമതി ചുങ്കം കൊടുക്കണമായിരുന്നു. അതേപോലെ കയറ്റുമതി, ഇംഗ്ലണ്ടിലോട്ട് മാത്രമേ നമ്മൾ സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഓരോ കോളനികളിലും നിലനിർത്തിയിട്ടുള്ള ഒരു സൈന്യമുണ്ടാവും. ആ സൈന്യത്തിൻ്റെ ചെല്ലും ചെലവും എല്ലാ കാര്യങ്ങളും ആ കോളനിക്കാർ നോക്കണം. മനസ്സിലായോ? പിന്നെ അവിടെ എന്തെങ്കിലും ഇറങ്ങുന്ന ലഘുലേഖകൾ, മാസികകൾ തുടങ്ങിയവയെല്ലാം തന്നെ ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിച്ചിരിക്കണം എന്നതൊക്കെ ഈ നിയമത്തിൻ്റെ ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി.
മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കന്റിലിസം എന്ന് അറിയപ്പെടുന്നു. മെർക്കന്റിലിസത്തിൻ്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി. അവയിൽ ചിലതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മെർക്കന്റിലിസ് നിയമങ്ങൾ നോക്കാം കേട്ടോ. അതെന്താണ് പറയുന്നത്? കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാനപത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനായുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഇവയൊക്കെയാണ് എന്തെന്ന് നിയമങ്ങൾ. ഇങ്ങനെ നിയമങ്ങളൊന്നും സഹിക്കാൻ വയ്യാതാവുമ്പോൾ എന്തായിട്ടും സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. ആദ്യമായിട്ടുണ്ടാവുന്ന ഒരു സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. എല്ലാം ആ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ, ബോസ്റ്റൺ ടീ പാർട്ടി. അതായത് അവരെന്ത് ചെയ്തെന്ന് അറിയാമോ? തേയിലയ്ക്ക് അമിതമായ നികുതി ഏർപ്പെടുത്തി. അപ്പോൾ ഭയങ്കരമായിട്ട് നികുതി ഏർപ്പെടുത്തിയപ്പോൾ ഇവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് സംഭവം നടക്കുന്നത് 1773 ഡിസംബർ മാസം 16-ാം തീയതി എന്നാണ്. 1773 ഡിസംബർ മാസം 16-നാണ്. അവിടെ ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ കയറുകയും അവിടെ ഉണ്ടായിരുന്ന 342 പെട്ടി തേയില എടുത്തിട്ട് കടലിലോട്ട് വലിച്ചെറിയുകയും ചെയ്തു. ഇതാണ് എന്തെന്ന് പറയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, പേരിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം കിട്ടും. പിന്നെ വർഷമാണ് ആലോചിച്ചിരിക്കുന്നത്. 1773 ഡിസംബർ മാസം 16-ാം തീയതി. അപ്പോൾ ഒന്ന് വായിക്കാം. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ മാസം 16-ന് രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നു. ഇനി നമ്മളെ കോളനിക്കാർക്ക് പ്രചോദനം നൽകിയ ചില ചിന്തകരുടെ ആശയങ്ങളാണ് താഴെ പറയുന്നത്. ജോൺ ലോക്കും തോമസ് പെയിനും. ജോൺ ലോക്ക് പറഞ്ഞ എന്താ അറിയാമോ? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. എന്താണ് പറഞ്ഞത്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. രണ്ടാമത്തെ തോമസ് പെയിനാണ്. എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങിക്കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങിക്കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ആരാണ്? തോമസ് പെയിൻ പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞതുപോലെ ഒരു പരിധി കഴിയുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങും, അല്ലേ? അങ്ങനെ നമ്മൾ പറഞ്ഞു 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം 1774 എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു 13 കോളനികളുണ്ടെന്ന് പറഞ്ഞു. ആ 13 കോളനികളിൽ ജോർജിയ ഒഴികെയുള്ള ബാക്കി 12 കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ എന്ത് ചെയ്തു? സമ്മേളിച്ചു. ഇതറിയപ്പെടുന്നത് എന്താ അറിയാമോ? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. പിന്നീട് എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാവരും ഒത്തുകൂടിയിട്ട് ഇംഗ്ലണ്ട് രാജാവിനൊരു കത്തയച്ചു. തങ്ങളുടെ അംഗീകാരമില്ലാതെ അമിതമായിട്ട് നികുതി ചുമത്തരുത് എന്നൊക്കെ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ടായിരുന്നു കത്തയച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് രാജാവിന് ഇഷ്ടപ്പെടുമോ? ഇല്ല. രാജാവ് എന്ത് ചെയ്തു? ഇവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സൈന്യത്തെ അയക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 73 ബോസ്റ്റൺ ടീ പാർട്ടി, 74 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം 1776 എന്തായിരുന്നു? 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് വെച്ചു. എന്നാണ്? ഫിലാഡൽഫിയയിൽ വെച്ച് തന്നെയാണ്. അതിനൊരു സൈനിക തലവനുണ്ടായിരുന്നു. ആരാണെന്നറിയാമോ? ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. ജോർജ് വാഷിങ്ടൺ എന്ന് പറഞ്ഞ സൈനിക തലവനുണ്ടായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ചിന്തകനുണ്ടായിരുന്നു. ആരാണ്? തോമസ് പെയിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒരു ലഘുലേഖ, ലഘുലേഖയുടെ പേരെന്താ പറയുക? കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ. ആ ലഘുലേഖയിലൂടെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. ആരാണ്? തോമസ് പെയിനാണ്. ഈ പേരുകളൊക്കെ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ 73 എന്താണ്? ബോസ്റ്റൺ ടീ പാർട്ടി. 74 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. 74 ജോർജ് വാഷിങ്ടണിൻ്റെ നേതൃത്വത്തിൽ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്.
ഈ 1776 ജൂലൈ മാസം 4-ാം തീയതി എന്ത് നടന്നു? അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ആരൊക്കെയാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തുടങ്ങിയവരാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പേരുകൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഓരോ ദിവസം ഓരോ പേര് അങ്ങനെയൊക്കെ പഠിക്കുക. ഒക്കെ കൂടി ഒരുമിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മറക്കും. റിപ്പീറ്റഡ് ആയിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുക, ഈ പേര് മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അത് കിട്ടും. ഞാനൊന്നും ഇപ്പോഴും ഇത് മറന്നിട്ടില്ല. കാരണം നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു ഓർമ്മ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ അന്നൊക്കെ അത്രയും വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ തവണ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്തായാലും എന്ത് ചെയ്യും, ഓർമ്മ കിട്ടും. മനസ്സിലായല്ലോ? അങ്ങനെ എന്ത് ചെയ്തു? 1773 ബോസ്റ്റൺ ടീ പാർട്ടി, 1774 ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ്, 1775 രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ്, 1776 ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. പക്ഷേ തുടർന്ന് 1781 വരെ എന്തുണ്ടായിട്ടുണ്ടായിരുന്നു? യുദ്ധമുണ്ടായിരുന്നു. ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ 1781 വരെ യുദ്ധം ഉണ്ടായിരുന്നു. തുടർന്ന് 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് 13 കോളനികൾക്കും സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. 13 കോളനികൾക്കും സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഏത് ഉടമ്പടി പ്രകാരമാണ്? പാരീസ് ഉടമ്പടി പ്രകാരം. ഏതാണ് വർഷം? 1783. അങ്ങനെ ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ അമേരിക്കക്കായിട്ട് എന്ത് ചെയ്തു? ഒരു ഭരണഘടന തയ്യാറാക്കപ്പെടുകയും അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്? എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 1723 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നു അല്ലേ? തേയിലയുടെ മേൽ അമിതമായ നികുതി ചുമത്തിയതിനെ തുടർന്നിട്ട് ആളുകൾ പ്രതിഷേധിക്കുകയും ബോസ്റ്റൺ എന്ന് പറയുന്ന തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ ഏകദേശം 342 പെട്ടി തേയില എടുത്ത് കടലിലോട്ട് വലിച്ചെറിയുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തൊട്ടടുത്ത വർഷം 1774 ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് എവിടെ വെച്ചിട്ടാണ്? ഫിലാഡൽഫിയയിലായിരുന്നു. 13 കോളനികളും പങ്കെടുത്തു? ഇല്ല. ജോർജിയ ഒഴികെയുള്ള ബാക്കി 12 കോളനികളും പങ്കെടുത്തു. രാജാവിനൊരു കത്തയച്ചു. അമിതമായിട്ട് നികുതി ചുമത്താൻ പാടില്ല എന്ന് പറയുന്ന കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കത്ത്. പക്ഷേ ഇത് രാജാവ് അംഗീകരിച്ചില്ല. അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സൈന്യത്തെ അയച്ചു. തൊട്ടടുത്ത വർഷം 1775 രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ്. ആരായിരുന്നു സൈനിക തലവൻ? ജോർജ് വാഷിങ്ടൺ ആയിരുന്നു സൈനിക തലവനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് 1776 ജൂലൈ മാസം 4-ാം തീയതി സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സൺ, അതേപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തുടങ്ങിയവരായിരുന്നു. തുടർന്ന് 1781 വരെ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം 13 കോളനികൾക്കും സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇതിന് അമേരിക്കയ്ക്കൊരു ഭരണഘടന തയ്യാറാക്കപ്പെട്ടു. ആരുടെ നേതൃത്വത്തിലാണ്? ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിലായിരുന്നു ഭരണഘടന തയ്യാറാക്കിയത്. തുടർന്ന് അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതാണ് എന്ന് പറയുന്നത് അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ്? ലോകത്തെ സ്വാധീനിച്ച വിപ്ലവം എന്നാണ് നമ്മളെ ചാപ്റ്ററിൻ്റെ ഹെഡിങ്. എന്തൊക്കെ സ്വാധീനമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്? ആദ്യത്തേത്, പിൽക്കാലത്ത് സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. എന്താശയമാണ്? റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 3 ഓർത്ത് വയ്ക്കുന്നു. റിപ്പബ്ലിക്കൻ ഭരണരീതി, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന, ഫെഡറൽ രാഷ്ട്രം എന്ന് പറയുന്ന ആശയവും. ഈ 3 വടക്കേ അമേരിക്കയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കാം. ഇനി നമ്മളിപ്പോൾ പറഞ്ഞതാണ് വടക്കേ അമേരിക്കൻ വിപ്ലവം. അത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ തന്നെ തുടക്കത്തിൽ അവിടെ ഭരിച്ചിരുന്ന ആളുകളുടെ കുറച്ച് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. അതൊന്ന് നോക്കാം. അത് ലൂയി 14-ാമൻ്റെയാണ്. ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ആരാണ്? ലൂയി 14-ാമനാണ്. ഈ ലൂയി 15-ാമൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ശേഷം പ്രളയം. ഇനി മേരി അന്റോണിയറ്റ് ആരറിയാമോ? ലൂയി 16-ാമൻ്റെ ഭാര്യയാണ് മേരി അന്റോണിയറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നുകൂടെ? എന്താണ്? നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നുകൂടെ എന്ന് പറയുന്നത് മേരി അന്റോണിയറ്റാണ്. ഈ പ്രസ്താവനയിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ് എന്താണ് ഫ്രാൻസിൽ നിലനിന്നിരുന്നതൊരു ഏകാധിപത്യ ഭരണമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഫ്രാൻസിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയാമോ?
ഈ ഫ്രാൻസുകളെ എസ്റ്റേറ്റുകളാക്കിയിട്ടാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും. ഈ ഫ്രാൻസിന് 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. 3 എസ്റ്റേറ്റിൽ ആദ്യത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരാണ് ഉണ്ടാവുക. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ആരാണ്? പ്രഭുക്കന്മാരാണ് ഉണ്ടാവുക. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ബാക്കിയുള്ളവർ ഈ പറഞ്ഞ കർഷകരും ഈ പറഞ്ഞ അധ്യാപകർ, അങ്ങനത്തെ വക്കീലന്മാരെന്നൊക്കെ പറയുന്ന മധ്യവർഗവും എല്ലാം ഉൾക്കൊള്ളുന്നത് ഈ പറഞ്ഞ 3-ാം എസ്റ്റേറ്റിലാണ്. അങ്ങനെ എസ്റ്റേറ്റുകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിലോട്ട് കടക്കാം. ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നുവെന്നും ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതമാണ് നയിച്ചതെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ മുകളിൽ തന്നെയുള്ള പ്രസ്താവനകളിൽ നിന്നാണ്. ഫ്രാൻസിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത്. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിരുന്നു. അവ എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ 3 എസ്റ്റേറ്റുകളെ കുറിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞു ആദ്യത്തെ എസ്റ്റേറ്റിൽ ആരാണ്? പുരോഹിതന്മാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് എല്ലാ പോയിൻറ്റ്സും ഓർത്ത് വയ്ക്കൊന്നും വേണ്ട. നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പ്രധാനമായിട്ടും പുരോഹിതന്മാരിൽ നിന്ന് ആലോചിക്കുക. അവർ നികുതി വിരിച്ചിട്ടുണ്ടായിരുന്നു. കർഷകരിൽ നിന്ന് നികുതി വിരിച്ചിട്ടുണ്ടാകും. നികുതിക്ക് ഒരു പേരുണ്ടായിരുന്നു. എന്താ അറിയാമോ? തിതേ എന്ന പേരിലായിരുന്നു നികുതി വിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2-ാം എസ്റ്റേറ്റിലോട്ട് വരുമ്പോൾ പ്രഭുക്കന്മാരും ഈ കർഷകരിൽ നിന്ന് നികുതി വിരിച്ചിട്ടുണ്ടായിരുന്നു. 3-ാം എസ്റ്റേറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ആരൊക്കെയാണ്? മധ്യവർഗം അല്ലേ? കച്ചവടക്കാർ, വക്കീലന്മാർ, അധ്യാപകർ അടങ്ങുന്ന മധ്യവർഗമാണ് 3-ാം എസ്റ്റേറ്റിൽ ഉണ്ടാവുക. പിന്നെ കർഷകരും ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ എന്താ പറയുന്നത്, സർക്കാരിന് ഒരു ഭൂനികുതി കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ 2-ാം എസ്റ്റേറ്റിലും 1-ാം എസ്റ്റേറ്റിലുമുള്ള പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി കൊടുക്കണം. ഇതാണ് പ്രത്യേകത. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1-ാമത്തെ എസ്റ്റേറ്റ്. 1-ാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് ആരാണ്? പുരോഹിതന്മാരാണ്. ധാരാളം ഭൂപ്രദേശം കൈവശം വച്ചു. കർഷകരിൽ നിന്ന് തിതേ എന്ന പേരുള്ള നികുതി പിരിച്ചു. എന്താണ് തിതേ എന്ന പേരുള്ള നികുതി പിരിച്ചു? എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണതലത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നു. ഈ 2-ാം എസ്റ്റേറ്റിൽ ആരാണ്? പ്രഭുക്കന്മാരാണ്. സൈനിക സേവനം നടത്തി കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. 3-ാം എസ്റ്റേറ്റ്. കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥന്മാർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരുണ്ടായിരുന്നു. ഭരണത്തിൽ ഒരു തരത്തിലുള്ള അവകാശവുമില്ല. തൈലേ എന്ന പേരുള്ള ഭൂനികുതി സർക്കാർ നൽകണം. എന്താണ്? തൈലേ എന്ന പേരുള്ള ഭൂനികുതി സർക്കാർ നൽകണം. താഴ്ന്ന സാമൂഹിക പദവി പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ എത്ര എസ്റ്റേറ്റുകളാക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു? 3 എസ്റ്റേറ്റുകളാക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അവിടെ അമേരിക്കൻ വിപ്ലവത്തിൽ പറഞ്ഞപ്പോൾ 2 പേരിലെ ചിന്തകരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു അത്? ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? തോമസ് പെയിനും അതേപോലെ തന്നെ ജോൺ ലോക്ക് എന്ന് പറയുന്ന 2 ആൾ അല്ലേ? എന്താണ്? ജോൺ ലോക്ക്, തോമസ് പെയിൻ എന്ന് പറയുന്ന 2 പേര്. ഇനി ഇവിടെ ഫ്രഞ്ച് വിപ്ലവത്തിൽ 3 പേരെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ. വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ ആണ്. വോൾട്ടയർ എന്താ പറഞ്ഞാൽ അറിയാമോ? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ലാസ്റ്റത്തെ പോയിന്റ് ഒന്ന് ഓർക്കുക. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ആരാണ്? വോൾട്ടയർ. റൂസോ എന്താ പറഞ്ഞത്? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി. ജനങ്ങളാണ് പരമാധികാരിയെന്ന് പ്രഖ്യാപിച്ചു. ഇതൊക്കെ ആരാ ചെയ്തത്? റൂസോ ആണ് കേട്ടോ. അടുത്ത ആളാണ് മൊണ്ടസ്ക്യൂ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളാക്കി തിരിക്കണമെന്ന് വാദിച്ചു. മൊണ്ടസ്ക്യൂ ആണ് കേട്ടോ പറഞ്ഞത്. ആ 3 പേരുടെ ആലോചിച്ച് വയ്ക്കാം. ഇനി ഇവിടെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുന്നേ പറഞ്ഞുള്ള അമേരിക്കൻ വിപ്ലവത്തിൽ ആര് സഹായിച്ചിട്ടുണ്ട്? കോളനികളെ ഈ പറഞ്ഞ ഫ്രാൻസ് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ സഹായിച്ചതോടുകൂടി എന്ത് ചെയ്തു? ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി കുറച്ച് രൂക്ഷമായി തുടങ്ങി. അങ്ങനെ 1789 ആയപ്പോൾ അവിടുത്തെ ചക്രവർത്തിയായിരുന്ന ലൂയി 16 എന്ത് ചെയ്തു അറിയാമോ? ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറലിനെ വിളിച്ചു ചേർത്തിട്ട് അപ്പോൾ അവർ അഭിപ്രായപ്പെട്ട എന്താ അറിയാമോ? ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി, ഓരോ അംഗത്തിനും വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. ആദ്യത്തെ 2 എസ്റ്റേറ്റുകാരും സ്വാഭാവികമായിട്ടും രാജാവിനെ അനുകൂലിക്കും. പക്ഷേ 3-ാം എസ്റ്റേറ്റ് അംഗീകരിച്ചില്ല. 3-ാം എസ്റ്റേറ്റുകളുടെ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്, കോമൺസ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരെന്ത് ചെയ്തില്ല? സ്വാഭാവികമായിട്ടും ഇത് അംഗീകരിച്ചില്ല. ഇത് അംഗീകരിക്കാതെ അവരെന്ത് ചെയ്തു എന്നറിയാമോ? അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ടെന്നീസ് കോർട്ടിൽ പോയിട്ട് അവരൊരു പ്രതിജ്ഞ എടുത്തു. ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ തങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ്
ടെന്നീസ് കോഡ് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത് എന്താണ്? ടെന്നീസ് കോഡ് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത് ഇതാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മൂന്നാം എസ്റ്റേറ്റ് മുന്നേറുന്നു. ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കി. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായി സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിനും 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെട്ട മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യം. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയതിനു ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നവർ പ്രതിജ്ഞ ചെയ്തു. ഇത് ടെന്നീസ് കോഡ് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നു. മനസ്സിലായല്ലോ. ഇനി എന്തുകൊണ്ടായിരിക്കും ഈ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്ന് പറയാനുള്ള? അതിന് അവിടെ ഒരു അംഗസംഖ്യ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ എത്ര പേരാണ്? 285 ആളുകളോ. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ 308, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ 621 ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു 1789 സ്റ്റേറ്റ് ജനറലിനെ ലൂയി 16 വിളിച്ചു ചേർക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അതേ വർഷം 1789 ജൂലൈ മാസം 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭം എന്ന് കണക്കാക്കുന്നത് എന്താണ്? ബാസ്റ്റിൽ ജയിൽ തകർക്കുന്നതാണ്. വർഷം എന്നാണ്? 1789 ജൂലൈ മാസം 14. 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. 1789 ഒക്ടോബർ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. തുടർന്ന് 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്? അവിടുത്തെ സാമ്പത്തിക സ്ഥിതി രൂക്ഷമായതിനെ തുടർന്ന് 1789 അന്നത്തെ രാജാവായിരുന്ന ലൂയി 16 ഒരു സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുകയും അതിനെ തുടർന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് 1789 ജൂലൈ മാസം 14 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്ന ബാസ്റ്റിൽ ജയിൽ തകർക്കുന്ന സംഭവം നടക്കുന്നു. 1789 ഓഗസ്റ്റ് മാസം 12 മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നു. 1789 ഒക്ടോബറിൽ സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന് പറയുന്ന മുദ്രാവാക്യവുമായിട്ട് വേഴ്സായ് കൊട്ടാരത്തിലോട്ട് പ്രകടനം നടത്തുന്നു. 1792 സെപ്റ്റംബറിൽ എന്ത് ചെയ്യുന്നു? ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 92 93 കാലഘട്ടം അറിയപ്പെടുന്ന ഭീകരവാഴ്ച എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു. അതായത് മില്ലറ്റിൻ എന്ന് പറയുന്ന യന്ത്രം ഉപയോഗിച്ചിട്ട് എതിരാളികളെ അല്ലെങ്കിൽ ശത്രുക്കളെന്ന് തോന്നിയവരെല്ലാം കൊല്ലുന്ന ഒരു സംഭവമായിരുന്നു അത്. അതുകൊണ്ടാണ് ഇത് ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നത്. ഗില്ലറ്റിൻ എന്ന് പറയുന്ന യന്ത്രമാണ് അവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഭീകരവാഴ്ച എന്താണെന്ന് നോക്കാം. 1793 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബ്സ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറാബോ, ഡാൻഡൻ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിനിരയായി. ലൂയി 16 ഭാര്യ മേരി അന്റോയിനറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നു. അവസാനം റോബ്സ്പിയറും ഗില്ലറ്റിന് ഇരയായി. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നു. ഇനി നമ്മൾ ഫ്രാൻസ് എന്തൊക്കെയാണ്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്തു. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിൻ്റെ പ്രചരണവും ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് സ്വാധീനമായിട്ട് നടന്നു. ഇനി എന്താണ് ഈ ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്? നമ്മൾ ഈ പറഞ്ഞ പോലെ യൂറോപ്യന്മാരുടെ വരവിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആരാണ്? ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ടിപ്പു സുൽത്താനുമായിട്ട് ബ്രിട്ടീഷുകാരും ശത്രുക്കളായിരുന്നു. അതിന് പ്രധാന കാരണം ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരുമായിട്ടൊരു ബന്ധം നിലനിർത്തിയിരുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും തമ്മിൽ ബന്ധമുണ്ട്.
അന്നത്തെ ടിപ്പു സുൽത്താൻ എന്താ ചെയ്തത് അറിയോ? അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം എവിടെ അറിയോ? ശ്രീരംഗപട്ടണമാണ്. അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടു. എന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്? ടിപ്പു സുൽത്താൻ. ഒന്ന് വായിക്കാം. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞത് റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനവുമാണ്. ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. ഏതാണ്? സോഷ്യൽ കോൺട്രാക്റ്റ്. ആരുടെയാണ്? റൂസോ ആണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്താണ് ഭരണകൂടം? ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന് ചില ആശയങ്ങൾ ഇവിടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഏകദേശം അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഞ്ച് ജനത ഒരു ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കുറച്ചു കാലം കഴിയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആരെ അറിയാം? നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കഴിയേണ്ടി വന്നു. എന്നാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരത്തിൽ വരുന്നത്? 1799 അദ്ദേഹം 1799 വന്ന് ഏകാധിപത്യ ഭരണമായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ചില പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പരിഷ്കാരങ്ങളെല്ലാം തന്നെ ഒരു വിഭാഗം ആൾക്കാർ ഭയപ്പെട്ടിരുന്നു. നെപ്പോളിയനെ അല്ല അവർ ഭയപ്പെട്ടിരുന്നത്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ആയിരുന്നു ഭയപ്പെട്ടിരുന്നത്. അത് ജനങ്ങളെ സ്വാധീനിക്കുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. തുടർന്ന് 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ എന്ത് ചെയ്തു? യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് ആര് പരാജയപ്പെടും? നെപ്പോളിയൻ പരാജയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ അധികാരം നഷ്ടമാവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കൊന്ന് വായിക്കാം. നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവം. മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചുകാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഏകാധിപത്യ ഭരണത്തിനു കീഴിൽ കഴിയേണ്ടി വന്നു. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച നെപ്പോളിയനായിരുന്നു. 1799 അദ്ദേഹം 1799 അദ്ദേഹം ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തു. ഒരു ഏകാധിപതി ആയിരുന്നെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളും ലക്ഷ്യങ്ങളുമായിരുന്നു ഈ പരിഷ്കാരങ്ങൾക്ക് പ്രചോദനമായത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിലാകമാനം വ്യാപിക്കുമോ എന്ന് മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. നെപ്പോളിയനെയല്ല, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളെയാണ് അവർ ഭയപ്പെട്ടത്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 വിപ്ലവങ്ങളാണ് ഇപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് അമേരിക്കൻ വിപ്ലവവും മറ്റൊന്ന് റഷ്യൻ വിപ്ലവവുമാണ്. ഞാൻ ചുരുക്കിയിട്ട് ഒന്നുകൂടി പറയാം. അമേരിക്കൻ വിപ്ലവം എന്ന് പറയുമ്പോൾ അമേരിക്കയിലോട്ട് ഒരു വിഭാഗം യൂറോപ്പിൽ നിന്ന് ആൾക്കാർ കുടിയേറി പാർക്കുകയും എന്നിട്ട് അവിടെ ഏകദേശം 13 കോളനികൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. തുടർന്ന് അവിടെ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരുന്നത്. എന്തൊക്കെയാണ്? മെർക്കൻറ്റിലിസ് നിയമങ്ങൾ എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്? അതായത് കോളനിയിൽ നിന്ന് മറ്റൊരു കോളനിയിലോട്ട് സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? കോളനിയുടെ കപ്പലോ അല്ലെങ്കിൽ അവിടെ നിർമ്മിച്ച കപ്പലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കപ്പലുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇറക്കുമതി ചുങ്കം നൽകണം. കയറ്റുമതി ഇംഗ്ലണ്ടിലോട്ട് മാത്രമേ പാടുള്ളൂ. അവിടെ നിലനിർത്തിയുള്ള സൈന്യത്തിന് താമസ സൗകര്യങ്ങളും മറ്റ് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ കോളനിക്കാർക്ക് തന്നെ നൽകണമായിരുന്നു. മാത്രമല്ല അവിടുത്തെ ലഘുലേഖകൾ, പത്രം, മാസികകൾ തുടങ്ങിയവരൊക്കെ ഇംഗ്ലണ്ടിൽ മുദ്ര പതിപ്പിച്ചിരിക്കണം എന്നൊക്കെ പറയേണ്ട. തുടക്കം എവിടെ നിന്നാണ്? അമേരിക്കൻ വിപ്ലവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയിൽ നിന്നാണ്. ആ പേരിൽ തന്നെയുണ്ട്. എന്താണ്? 1773 ഡിസംബർ മാസം
16 എന്താ പറയുന്നത്, തേയിലയുടെ മേൽ അമിതമായി നികുതി ചുമത്തിയതിനെ തുടർന്ന് ബോസ്റ്റൺ എന്ന് പറയുന്ന തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിലുണ്ടായിരുന്ന 342 പെട്ടി തേയില എടുത്ത് അവർ കടലിലോട്ട് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന സംഭവമായിരുന്നു. തുടർന്ന് 74 എന്ത് സംഭവിച്ചു? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് എത്ര കോളനികളുണ്ടായിരുന്നു? 12 കോളനികൾ ചേർന്നിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. രാജാവിന് കത്തെഴുതുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാജാവ് എന്ത് ചെയ്തില്ല? രാജാവിന് ദേഷ്യം വരികയും സൈന്യത്തെ അടിച്ചമർത്താൻ ജനങ്ങളെ അടിച്ചമർത്താൻ സൈന്യത്തെ അയക്കുകയും ചെയ്തു. രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് 1775 അന്ന് സൈനിക തലവനുണ്ടായിരുന്നു. ആരാണ്? ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. അത് കഴിഞ്ഞ് 1776 സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. പക്ഷേ 1781 വരെ യുദ്ധം നടക്കുകയും 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് 13 കോളനികൾക്കും സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരെന്തൊക്കെ ആശയങ്ങളാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്? റിപ്പബ്ലിക്കൻ ഭരണരീതി, എഴുതപ്പെട്ട ഭരണഘടന, അതേപോലെ തന്നെ ഫെഡറൽ രാഷ്ട്രം എന്ന് പറയുന്ന ആശയവും ആര് മുന്നോട്ട് വെച്ചതാണ്? അമേരിക്ക മുന്നോട്ട് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഫ്രഞ്ച് വിപ്ലവം. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു, ഫ്രഞ്ച് ഏകാധിപത്യ ഭരണ വ്യവസ്ഥയായിരുന്നു ഫ്രാൻസിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഏകദേശം എന്താ പറഞ്ഞ ഈ അമേരിക്കയെ കോളനികളെ സഹായിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ രൂക്ഷമായുള്ള സാമ്പത്തിക പ്രതിസന്ധി ഫ്രാൻസിന് നേരിടേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രാൻസിൻ്റെ ഒരു പ്രത്യേകത എന്താ? അവിടുത്തെ ജനങ്ങളെ 3 എസ്റ്റേറ്റുകളാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നാം എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, മൂന്നാം എസ്റ്റേറ്റിൽ കർഷകരും ബാക്കിയുള്ള എല്ലാവരും, അതായത് മധ്യവർഗ്ഗങ്ങളും ഉൾപ്പെടുന്നുണ്ടായിരുന്നു. ഈ മധ്യവർഗ്ഗം മൂന്നാം എസ്റ്റേറ്റിലുള്ള കർഷകർ എന്ത് ചെയ്യണം? ഭൂനികുതി നൽകണം. തൈല എന്ന് പറയുന്ന ഭൂനികുതി നൽകണം സർക്കാരിന്. അതേപോലെ തന്നെ ഈ പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും നികുതി നൽകേണ്ട ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. അപ്പോൾ രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്ന് 1789 അന്നത്തെ ചക്രവർത്തിയായിരുന്ന ലൂയി 16 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുകയും അപ്പോൾ അതിലെന്തൊരു അഭിപ്രായം ഉയർന്നു? എന്താണ്? 2 എസ്റ്റേറ്റുകൾക്ക് മാത്രം 2 എസ്റ്റേറ്റുകൾ എന്ത് ചെയ്താൽ മതി? വോട്ട് മതി. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി. എല്ലാ അംഗത്തിനും വോട്ട് വേണ്ട എന്ന് പറയുന്നൊരു അഭിപ്രായം വെച്ചു. അതിൽ ഒന്നാം എസ്റ്റേറ്റും രണ്ടാം എസ്റ്റേറ്റുകളും സ്വാഭാവികമായിട്ട് രാജാവിനെ അനുകൂലിക്കുന്നവരായതുകൊണ്ട് തന്നെ രാജാവിൻ്റെ അഭിപ്രായത്തിനോട് യോജിച്ചു. പക്ഷേ എന്തായിരുന്നു? മൂന്നാം എസ്റ്റേറ്റ് കോമൺസ് എന്നാണ് മൂന്നാം എസ്റ്റേറ്റുകാർ അറിയപ്പെടുന്നത്. ഇവരിത് അംഗീകരിച്ചില്ല. പകരം ഇവർ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ടെന്നീസ് കോർട്ടിൽ പോയിട്ട് അവിടുന്ന് ഒരു പ്രതിജ്ഞ ചെയ്തു. ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുള്ളൂ? പിന്തിരിയുള്ളൂ എന്ന് പറഞ്ഞു. തുടർന്ന് 1789 ജൂലൈ മാസം 14 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്ന ബാസ്റ്റിൽ ജയിൽ തകർക്കുന്ന സംഭവം ഉണ്ടായി. 1789 ആഗസ്റ്റ് മാസം 12 മനുഷ്യാവകാശ പ്രഖ്യാപനം. റൂസോയുടെ ചില ആശയങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 1789 ഒക്ടോബറിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യമായിട്ട് വെയ്സായ് കൊട്ടാരത്തിലോട്ട് പ്രകടനം നടത്തി. 1792 സെപ്റ്റംബറിൽ എന്ത് ചെയ്തു? ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. പിന്നെ കഴിഞ്ഞ് 93-94 ഒരു ഭീകരവാഴ്ച ഭരണമായിരുന്നു ഫ്രാൻസിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് 1799 നെപ്പോളിയൻ അധികാരത്തിൽ വരുന്നത്. അദ്ദേഹം ഒരു ഏകാധിപതി ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങൾ വളരെയധികം നല്ല പരിഷ്കാരങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ ഭയപ്പെട്ടിരുന്നു. കാരണം എന്താണ്? അത് മറ്റുള്ള ജനതയെ സ്വാധീനിക്കുമോ എന്നുള്ളൊരു പേടിയായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെടുകയും അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. നമ്മൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു കഥ പോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള വിപ്ലവങ്ങൾ എടുത്ത് തീർക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. ഏകദേശം 40 മിനിറ്റോളം ആയിട്ടുണ്ടാവും. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.